മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പാരമ്പര്യമായിട്ടുള്ള രോഗങ്ങളെക്കുറിച്ചും ശാപങ്ങളെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നാവ് ഉപയോഗിക്കുന്ന വിധമാണ് കഴിഞ്ഞ അവസാനം നമ്മളത് പറഞ്ഞാണ് നിർത്തിയത്. നമ്മുടെ നാവിൽ നിന്ന് ശാപവും അനുഗ്രഹവും ഒക്കെ പുറപ്പെടേണ്ട ഒന്നാണ്. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് അനുഗ്രഹത്തിന് ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ നാവിനെക്കുറിച്ച് പറയുന്നത് നാവൊരു തീയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ തന്നെ ഒരുപാട് വാക്യങ്ങളുണ്ട്. ഞാനത് ഇത്രയും പോകുന്നില്ല. കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും, നാവിനെ കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് ഒരു ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമാണ് എന്ന് പറയുന്നു. അതുമാത്രമല്ല, നാവുകൊണ്ട് പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ദൈവത്തിൻ്റെ തന്നെ കണക്ക് ബോധിപ്പിക്കണം. 2:12 ജെയിംസ് 2:12 പറയുന്ന നമ്മൾ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമ്മൾ യേശുവിൻ്റെ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കുന്നത് പോലെ ആകണം എന്നും പറയുന്നു. അതുകൊണ്ട് എന്താണ് നമ്മുടെ നാവിനെ ദൈവം തന്നിരിക്കുന്നത്? അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അത് ശാപത്തിനുള്ളൊരു കാരണമായി ഒരിക്കലും തീരരുത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ആയുസ്സിനെ ദീർഘമാക്കുവാനായിട്ട് ആയുസ്സിനെ വേണമെങ്കിൽ നാവ് ഉപയോഗിക്കുന്നത് ആ രീതിയിലായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ, അവനെക്കുറിച്ച് പറഞ്ഞ് ദോഷം കാണാതെ നാവിനെയും വ്യാജം പറയാതെ എൻ്റെ അതിരത്തെയും അടക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. ഇതുപോലെ 103:5 സങ്കീർത്തനം 103:5 പറയുന്നുണ്ട്, വായിക്ക് അവൻ നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഗുണമേന്മയുള്ള ജീവിതം, അതും പറയുന്നു, ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നുള്ളത്. അതുകൊണ്ട് നാവ്, സംസാരം എപ്പോഴും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ശാപത്തിലേക്കാകരുത്. മോശ ഇസ്രായേൽ മക്കളെ യോർദാനിൽ കൂടി നടത്തി യോർദാൻ്റെ അക്കരെ എത്തിച്ച്, മരുഭൂമിയിൽ കൂടി നടന്ന് യോർദാൻ അക്കരെ എത്തിച്ച് അവരെ ഡിവൈഡ് ചെയ്ത് ആവർത്തനം 27 അനുഗ്രഹിപ്പാനായിട്ട് ഒരു പർവ്വതത്തിൽ, ഗരീസി പർവ്വതത്തിലും ശപിപ്പാൻ വേറൊരു പർവ്വതത്തിലും കൊണ്ടുപോയി. കഴിഞ്ഞ എപ്പിസോഡിൽ ഇത് പറഞ്ഞാണ്. ഇത് നമ്മുടെ നാവിൽ നിന്നാണ് ഇത് വരുന്നത്. ഏതാണ്? അനുഗ്രഹവും ശാപവും നമ്മുടെ നാവിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വിശ്വാസത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് നമ്മൾ പഠിക്കണം. എരിഹോ മതിൽ താഴെ വീണപ്പം അവരോട് എന്ത് പറഞ്ഞു? മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞു. 6 പ്രാവശ്യം ചുറ്റുമ്പോൾ നിങ്ങൾ ആരും ഒരു അക്ഷരം മിണ്ടരുത്. കാരണം മിണ്ടിക്കഴിഞ്ഞാൽ ഈ വലിയ മതിലാണ്, 26 അടി ഉയരം ഉള്ള മതിലൊക്കെ എങ്ങനെ താഴെ വീഴും എന്നൊക്കെ ചിലപ്പം ചിന്തിച്ച് എവരിങ്ങനെ അവിശ്വാസം പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടത് പറയരുത്, ദൈവം പറയുന്നു. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ ദിവസമാണ് എല്ലാം കൂടെ ആർത്ത് വിളിച്ചത്. ആർത്ത് വിളിച്ചു കഴിഞ്ഞപ്പോഴത് താഴോട്ട് പോയി, അത് നമ്മൾ കാണുന്നു. അതുകൊണ്ട് നമ്മുടെ സംസാരം ശ്രദ്ധിക്കുക എന്നുള്ളത്. അതുകൊണ്ട് സങ്കീർത്തനം 141:3 പറയുന്നു, യഹോവേ എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അതിരദ്വാരം കാക്കണമേ എന്ന് ദാവീദ് പറയുന്നു. ഓരോ പ്രാവശ്യവും നിങ്ങൾ പറയുന്ന വാക്കനുസരിച്ച് പിശാചിനൊരു ലീഗൽ റൈറ്റ് നിങ്ങളുടെ മേലുണ്ടാകണം. ഇന്ന് നമ്മുടെ ഇടയിൽ തന്നെ സാധാരണയുള്ള ക്രിസ്ത്യൻ, വീണ്ടെടുക്കപ്പെട്ട ക്രിസ്ത്യൻസ് ഒരു സബ്സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു ക്രിസ്ത്യാനികളെ പോലെ ജീവിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. പലതിനും ഇന്ന് അവർ കഷ്ടപ്പെട്ടിരിക്കുകയാണ്. പലപ്പോഴും അവരെന്താണ് സാഹചര്യങ്ങളെ കുറ്റം പറയുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യമാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞ് ഇരിക്കുന്ന ഒരു അത് എല്ലാവർക്കും ആ സാഹചര്യത്തിൽ കൂടെ പോയാൽ ആർക്കും ആവും. പിന്നെ വാട്ട് ഈസ് ദ ഡിഫറൻസ്? നീ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നുണ്ട്, എന്താ പ്രത്യേകതയുള്ളത്? ഒരു പ്രത്യേകതയില്ല സാഹചര്യങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ. പ്രായത്തിൻ്റെ അങ്ങേറ്റം ഈ 98 വയസ്സുള്ള യോഹന്നാനെ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തി നമുക്കറിയാം. പത്മോസ് ദ്വീപിൽ ചെന്നിട്ട് അവിടെ സാഹചര്യം ഭയങ്കര വ്യത്യാസമായിരുന്നു. അവിടെ കടിച്ചു തിന്നുന്ന, കൊത്തിക്കൊണ്ട് പോകാനുള്ള കഴുകനൊക്കെ വട്ടമിട്ട് നിൽക്കുമ്പോഴും വലിയ പോയിസണസ് ആയിട്ടുള്ള സ്നേക്ക് ഉള്ളപ്പോഴും അവിടെ എല്ലാം നമ്മൾ കാണുന്ന യോഹന്നാൻ നേരെ സ്വർഗത്തിലേക്ക് പോയി ഡയറക്റ്റായിട്ട് വരാൻ പോകുന്ന സകല കാര്യങ്ങളും കണ്ടു. ക്രിസ്തുവിന് വേണ്ടിയുള്ള കഷ്ടങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോഴേ ഒരു സൂപ്പർ അബണ്ടൻസ്, ക്വാളിറ്റി ഓഫ് ലൈഫ് അവിടെ കാണുന്നതായിട്ടാണ്. എന്തെല്ലാം രീതിയിൽ ഈ ലോകത്തിന് വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ദർശനത്തിൽ കാണാനായിട്ട് യോഹന്നാൻ ഇടവന്നതായിട്ട് നമ്മളെ കാണും. അതുകൊണ്ട് ഇന്ന് എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യം നിങ്ങളും ഞാനും അനുഭവിക്കണം, ദൈവം ആഗ്രഹിക്കണം. വീണ്ടും നമ്മൾ അടിമനുഭവത്തിൽ കുടുങ്ങിപ്പോകരുത്. ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. തുടങ്ങുന്നതെല്ലാം പരാജയപ്പെടുന്നു,
ഒരിക്കലും സമൃദ്ധിയില്ല. അതുപോലെ വെൽത്തും ഇൻകവും ഒന്നും അഭിവൃദ്ധിയില്ല. വെൽത്തും ഇൻകോ എന്നൊക്കെ പറയാൻ മനസ്സിലായല്ലോ അല്ലേ? വെൽത്ത് എന്ന് പറഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, വെൽത്ത് എന്ന് പറഞ്ഞാൽ പശു, ഇൻകോ എന്ന് പറഞ്ഞാൽ പാല് എന്ന് പറഞ്ഞാൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അസറ്റ്സ്. വെൽത്തും ഇൻകവും അഭിവൃദ്ധിയില്ല, പ്രൊഡക്റ്റീവ് ആവുന്നില്ല, കടം മാറുന്നില്ല, വീട് വെച്ച് പകുതിയാക്കി ഇട്ടേക്കാൻ മുമ്പോട്ട് തീരുന്നില്ല. നന്മ വരുന്നുണ്ട്, എന്നാൽ പെട്ടെന്ന് വെട്ടുക്കിളി വരുന്നത് പോലെ നന്മ എടുത്തുകൊണ്ട് പോവുകയാണ്, അനുഭവിക്കാൻ പറ്റുന്നില്ല. 7 ലക്ഷം രൂപ പ്രതിമാസ വരുമാനം വരുന്നുണ്ട്, എന്നാലും കടത്തിലാണ് ജീവിക്കുന്നത്. കുടുംബത്തിൽ നിന്ന് ദൂരെ പാർക്കുന്നു, കുടുംബത്തിന് അടുത്ത് വന്ന് താമസിക്കാൻ അല്ലെങ്കിൽ കുടുംബത്തോട് ചേർന്ന് താമസിക്കാൻ പറ്റുന്നില്ല. വീട് വയ്ക്കുന്നു, താമസിക്കാൻ കഴിയുന്നില്ല. സിക്നെസ് വിട്ടുമാറുന്നില്ല. ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ. ആരും എനിക്ക് വേണ്ടി സംസാരിക്കാനില്ല, അല്ല ഞാൻ ഒറ്റപ്പെട്ടു എന്ന് വിചാരിക്കുന്ന അവസ്ഥ. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ കൂടി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അനേകം ആളുകൾ കടന്നു പോകുന്നുണ്ട്. ആദ്യം കാരണം കണ്ടുപിടിക്കുക, എന്താണ് കാരണമെന്നുള്ളത്. ഈ കാരണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തിൽ കൂടി ജനറേഷണലായിട്ടുള്ള കേഴ്സിലാണോ, ജനറേഷനായിട്ടുള്ള സിക്നെസ്സിലാണോ, അല്ലെങ്കിൽ ജനറേഷനായിട്ടുള്ള ഈവിൾ അറ്റാക്കിലാണോ ഞാൻ ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുക. അതിന് ആ പ്രാർത്ഥനയിൽ നമ്മൾ നിരതരായിരിക്കുക. പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോഴേ, ദൈവസാന്നിധ്യത്തിൽ ഇരിക്കുമ്പോഴേ ദൈവം അത് വെളിപ്പെടുത്തി തരും. ഇവിടെയാണ് ഉപവാസത്തിൻ്റെ ആവശ്യമുള്ളത്. ഉപവാസത്തെക്കുറിച്ച് സെപ്പറേറ്റ് പറയുമ്പോഴേ ഇത് വീണ്ടും ഞാൻ ഒന്ന് ടച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഉള്ളൊരു കാര്യം അതിനോട് ചേർന്ന് ചെയ്യേണ്ടതാണ് ഒരു ടോട്ടൽ സറണ്ടർ. കർത്താവിന് പൂർണ്ണമായിട്ട് നമ്മൾ സറണ്ടർ ചെയ്ത് വിട്ടുകൊടുക്കുക. അപ്പോഴാണ് അവിടെ ഒരു ബ്രേക്കിംഗ് ഉണ്ടാകുന്നത്. യേശുവിനെ ഇഷ്ടമാണ്. യേശുവിനെ ഇഷ്ടമില്ലാത്ത ആരാ? ലോകത്തിലെല്ലാവർക്കും ഇഷ്ടമാണ് യേശുവിനെ. എന്നാൽ യേശുവിനെ ഇഷ്ടപ്പെടുക എന്നല്ല, യേശുവിനെ സ്നേഹിക്കുക എന്നുള്ളത്. പൗലോസ് പറഞ്ഞില്ലേ, ഈ ലോകത്തിലുള്ള ഒന്നിനും തന്നെ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ, എന്നെ ബ്രേക്ക് ചെയ്യാനായിട്ട്, അത് വിട്ടുമാറാനായിട്ട് എനിക്ക് സാധ്യമല്ല. പൂർണ്ണമായിട്ട് ഞാൻ സറണ്ടർ ചെയ്യാണ്. ഈ ടോട്ടൽ സറണ്ടർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ സബ്മിഷൻ. ഫെയ്ത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞാണ്, ട്രസ്റ്റിങ് ഇൻ ഗോഡ് ഓരോ എപ്പിസോഡിൽ പറഞ്ഞാണ്. കസേരയിൽ ഇരിക്കുന്നതിന് മുമ്പ് ഞാൻ ആ കസേരയിൽ ഇരുന്നാൽ വീഴത്തില്ല എന്ന് പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്യുക. പൂർണ്ണ സറണ്ടർ എന്ന് പറഞ്ഞാൽ വേറൊരു എക്സാമ്പിൾ ഒരാൾ പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. ഒരു മരത്തിൻ്റെ ഒരു കമ്പേ തൂങ്ങിക്കിടക്കുകയാണ്, ഒരാൾ തൂങ്ങിക്കിടക്കുക. താഴെ നിന്നൊരു മനുഷ്യൻ പറയുന്നു, നീ ഇഞ്ഞ് വന്നോ, നീ പിടിവിട്ടോ, ഞാൻ നിന്നെ പിടിച്ചോളാം, നിന്നെ സപ്പോർട്ട് ചെയ്തുകൊള്ളാം, താഴെ നീ വീഴത്തില്ല എന്ന് പറയുമ്പോഴേ അവൻ പൂർണ്ണമായിട്ട് അതിൽ പിടിവിടുന്നതാണ് പൂർണ്ണ സറണ്ടർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ചെയ്യാനായിട്ടുള്ള ഒന്ന് ദൈവത്തിന് പൂർണ്ണമായിട്ട് നമ്മൾ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് ജീവിതത്തിൽ ഇവിടെ ഇതെന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കാത്തവരുണ്ടെങ്കിൽ, കാരണം ചില കാര്യങ്ങളൊക്കെ നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിരിക്കുക. ദൈവമേ, നീ അവിടെ ആക്ട് ചെയ്യരുത്, ഇവിടെ ആക്ട് ചെയ്യരുത്. കർത്താവിന് കൊടുക്കുന്ന കാര്യത്തിൽ, കർത്താവിൻ്റെ വേല ചെയ്യുന്ന കാര്യത്തിൽ, കർത്താവുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ, കൂട്ടായ്മ ആചരിക്കുന്ന കാര്യത്തിൽ, റിലേഷൻഷിപ്പിനകത്ത് ഒക്കെ ഇന്ന് ചില ഗ്യാപ്പ് വന്നിരിക്കുകയാണ്. ഈ ഗ്യാപ്പുകൾ ഇന്ന് പൊട്ടി മാറണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അവിടെ കർത്താവിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക. രണ്ടാമത്, നമ്മളിലുള്ള കോപം, അത് മുൻ തലമുറയിലുള്ള പാപങ്ങളാൽ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളാണ്. അതെല്ലാം കർത്താവിനോട് ക്ഷമ ചോദിക്കണം. എന്നുവെച്ചാൽ നമ്മളെ പ്രതിനിധിയായി, അവരുടെ പ്രതിനിധിയായി വെച്ചാൽ നമ്മുടെ ഫോർഫാദേഴ്സ്, നമ്മുടെ അപ്പൻ്റെയും വല്യപ്പൻ്റെയും ഒക്കെ പ്രതിനിധിയായി നമ്മൾ ദൈവസന്നിധിയിൽ അങ്ങോട്ട് ഏറ്റു പറയുക. കർത്താവേ, എൻ്റെ പിതാക്കന്മാർ ചെയ്ത പാപം എന്തുവാന്ന് പലതും നമുക്കറിയത്തില്ല. നിങ്ങൾക്കറിയത്തില്ല, നിങ്ങളുടെ വല്യപ്പനെ പോലും ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണത്തില്ല. അതിൻ്റെ പ്രതിനിധിയായി കർത്താവെ 3-4 തലമുറകളിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് വന്നിരിക്കുന്ന പാപങ്ങളെ നിങ്ങൾ പ്രതിനിധി, അതിനെ ഇനാക്റ്റീവ് ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ പറയുക. നമുക്കറിയത്തില്ല, നമ്മളതങ്ങോട്ട് സ്പെസിഫിക് ആയിട്ട് പറയാം, അങ്ങോട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പറയുക. മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരോടും ക്ഷമിക്കാനായിട്ട് നമ്മൾ പഠിക്കുക. എല്ലാവരോടും ക്ഷമിക്കുക.
മർക്കോസ് 11:25 നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. മർക്കോസ് 11:25-26 വാക്യങ്ങൾ. എല്ലാവരോടും ക്ഷമിക്കുക. അത് നമ്മൾ പഠിക്കുക, എല്ലാവരോടും ക്ഷമിക്കാനായിട്ട്. നമ്മുടെ സഹോദരവർഗ്ഗങ്ങളോട് അത് ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ട് ചില പണ്ട് പറഞ്ഞ ചില ഇഷ്യൂസൊക്കെ ഉണ്ട്, അതൊക്കെ ഓർത്തിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ ഓർത്ത് വെക്കാതെ അത് ക്ഷമിക്കുകയും നമ്മൾ ക്ഷമ ചോദിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ ഈ അൺഗോഡ്ലി സോൾ ടൈസ് അത് ഏറ്റുപറയണം. നമ്മുടെ പ്രാണനിലെ ചിലപ്പോഴേ നമ്മുടെ ഇഷ്ടം, അപ്പനോടോ അമ്മയോടോ ഉള്ള സ്നേഹം മരിച്ചു കഴിഞ്ഞും ചിലപ്പോഴത് നിലനിൽക്കുന്നതായിട്ട് കാണാം. സോൾ ടൈസ്, അൺഗോഡ്ലി സോൾ ടൈസ്. അപ്പൻ്റെ രോഗം 4 കുട്ടികളിലുണ്ട്. ചിലപ്പോഴത് വരും, ഒരു കുട്ടിക്ക് വന്നെന്ന് വരും, 3 പേർക്ക് വരണമെന്നില്ല. എന്നാൽ അപ്പനും അമ്മയോടും ഉള്ള ആ മരിച്ചു കഴിഞ്ഞിട്ടുമുള്ള സോൾ ടൈസ് ഉണ്ടല്ലോ, അതൊക്കെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ചെയ്യണം. അതുപോലെ നമ്മൾ 4-മത് നമ്മൾ ആന്തരികമായിട്ടൊരു പ്രതിജ്ഞ എടുക്കണം. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരിക്കലും ശരിയാവത്തില്ല, കാര്യങ്ങൾ നടക്കുകയില്ല, ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഒക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വാ തുറന്ന് കമൻറ്റ് ചെയ്യുക. എവരി ജനറേഷണൽ കേഴ്സസ്, എവരി ജനറേഷൻ സ്പിരിറ്റ് ഗോ ഔട്ട് ഫ്രം മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ നിന്ന് അതെല്ലാം പുറത്തു പോകൂ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ നമ്മളൊന്ന് ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥിക്കണം. അത് അവരവർക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു പാസ്റ്റർ അല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആ പാസ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾ അധികാരം കൊടുക്കുമ്പോഴാണ് പാസ്റ്റർ അത് ചെയ്യുന്നത്, അല്ലാതെ നിങ്ങൾ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് ആ ഒരു കാര്യം റിയലൈസ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുമ്പോഴേ നിങ്ങൾ അത് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിങ്ങൾ ചെയ്യുക. അല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇത് ചെന്ന് ഒരു പാസ്റ്ററോട് പറഞ്ഞ് ആ പാസ്റ്ററെ ഓതറൈസ് ചെയ്ത് ആ പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക. അല്ലാതെ പാസ്റ്റർ പ്രാർത്ഥിച്ചാലും നിങ്ങൾ പ്രാർത്ഥിച്ചാലും എല്ലാം നടക്കും. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള അവകാശത്തോടുകൂടി ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ നമ്മൾ ദൈവസന്നിധിയിലോട്ട് ചെന്ന് അങ്ങോട്ട് പറയാം. ഇന്ന് നമ്മൾ ഈ ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മളിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതിൻ്റെ എല്ലാം കൂടെ കഴിഞ്ഞ 4 എപ്പിസോഡുകളിൽ പറഞ്ഞതിൻ്റെ ഒരു പൂർത്തീകരണം പോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളും കൂടി ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വിഷയങ്ങളെല്ലാം പ്രാർത്ഥിക്കുകയാണ്. എന്തൊക്കെയാണ്? ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് നമ്മളെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ സമർപ്പിക്കുക. ആരെങ്കിലും കർത്താവിനെ അറിയാതെ ഇരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ യേശു നിങ്ങളുടെ സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിച്ചു എന്ന് വിശ്വസിച്ച് അവനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക. കണ്ടാലും നിന്നെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ നിന്നോടുകൂടി അത്താഴം കഴിക്കും എന്നുള്ള വലിയ പ്രോമിസ് അത് ഏറ്റെടുത്ത് യേശുവിനെ സ്വീകരിക്കുക. പാപങ്ങളൊക്കെ ഏറ്റുപറയുക. നേരത്തെ പറഞ്ഞായിരുന്നു, മാനസാന്തരത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞതാണ്, റിപ്പൻറ്റൻസിനെ കുറിച്ച് പറഞ്ഞതാണ്. അതുകൊണ്ട് ഏതെങ്കിലും മുൻ തലമുറയുള്ള പാപങ്ങളുണ്ടെങ്കിൽ കർത്താവിനോട് ക്ഷമ ചോദിക്കുക. എൻ്റെ പിതാവിൻ്റെ, എൻ്റെ വല്യപ്പൻ്റെ പാപങ്ങൾ അതൊക്കെ എന്തെങ്കിലും ഉണ്ട്, നമുക്കറിയത്തില്ല പലതും, ദൈവത്തോട് ക്ഷമ ചോദിക്കുക. രണ്ടാമത്, നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ കർത്താവിനെ ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുള്ള സമയം തൊട്ട് 8 or 10 വയസ്സ് തൊട്ട് ചിലപ്പോൾ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും. പല സ്ഥലങ്ങളിലേക്ക് നിങ്ങളൊന്ന് റിഫ്രാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്തൊന്ന് പോവുക. പല സ്ഥലങ്ങളിലും വേണ്ടാത്ത ചില ഡിക്ലറേഷൻ നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തെ കെട്ടിയിട്ടുണ്ടാവും. ചില കാര്യങ്ങളിൽ പാപത്തിന് നിങ്ങൾ അന്നേ അടിമയായിട്ട് പിശാച് ചില കാര്യങ്ങൾ നിങ്ങൾ കൊണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം കീറി മുറിക്കണം. പല കാര്യങ്ങൾ ചില പിശാച് അന്നേ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ചില ടൈസൊക്കെ അന്ന് വന്ന് കയറിയതാണ് 10ാമത്തെ വയസ്സിലും 12ാമത്തെ വയസ്സിലും. നിങ്ങളത് ക്യാരി ഓവർ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അതിൽ നിന്ന് നിങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ഷമ വാങ്ങിച്ചിട്ടില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ഷമ വാങ്ങണം. അങ്ങനെ അത് മാത്രമല്ല, ചില ലൈറ്റ്നെസ്, സോൾ ടൈസ്, അൺഗോഡ്ലി ആയിട്ടുള്ളത്, ദൈവികമല്ലാത്തത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതെല്ലാം നിങ്ങൾ ഏറ്റുപറയണം. അതുപോലെ നിങ്ങളുടെ വാ കൊണ്ട് പറഞ്ഞിരിക്കുന്ന ശാപവാക്കുകൾ ഒരുപാടുണ്ട്. ഞാൻ ശരിയാവത്തില്ല, അല്ലെങ്കിൽ ഒന്നും ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞ ശാപവാക്കൾ, ഇതിൽ നിന്നെല്ലാം നമ്മൾ പൊട്ടി മാറണം. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് ചേർന്ന് ഇപ്പോഴേ പ്രാർത്ഥിക്കുമ്പോഴേ
നിങ്ങളിതെല്ലാം ഒന്നേ എന്ന് പ്രാർത്ഥിക്കുക. തുടർമാനമായിട്ട് ഞാൻ ഈ ഉപവാസത്തെക്കുറിച്ചൊക്കെ പറയുന്ന സമയങ്ങളിൽ നിങ്ങൾ ആ സമയത്ത് 1-2 ദിവസം ഉപവസിച്ച് ഈ വിഷയങ്ങൾ നിങ്ങൾ രാവിലെ തൊട്ടിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ പ്രസൻസിലിരിക്കുമ്പം ദൈവത്തിൻ്റെ ആത്മാവ് ഓരോന്ന് വെളിപ്പെടുത്തി തരും. ഇതൊന്നും നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല, അനേകം നാളുകൾ ചിന്തിച്ചിട്ടില്ല. എനിക്കൊരു ശുശ്രൂഷ വെളിപ്പെട്ട് കിട്ടിയപ്പോഴാണ്, എനിക്കൊരു ശുശ്രൂഷ ചെയ്യണമെന്ന്, ഞാൻ മിഷൻ പേഴ്സൺ ഫോർ നോർത്ത് ഇന്ത്യ. ഞാൻ വടക്കേ ഇന്ത്യക്ക് വേണ്ടിയുള്ളൊരു ഇവാഞ്ചലിസ്റ്റാണ്, ഒരു മിഷനാണ്. ഐ ആം നോട്ട് എ പാസ്റ്റർ. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം, ഞാൻ ബ്രദർ ജേക്കബ് പണിക്കർ എന്ന് മാത്രം അതിനകത്ത് എഴുതുന്നത്. ഐ ആം നോട്ട് എ പാസ്റ്റർ. ഞാനൊരു പാസ്റ്റർ അല്ല, ഒരു ഇടയ ശുശ്രൂഷയല്ല ചെയ്യുന്നത്. ഐ ആം ഡൂയിങ് ഇവാഞ്ചലിസം ആൻഡ് മിഷൻ ഫോർ നോർത്ത് ഇന്ത്യ. അതാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്താ ഞാൻ അതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, ദൈവം എനിക്കൊരു ശുശ്രൂഷ വെളിപ്പെടുത്തി തന്നപ്പോഴേ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴേ ദൈവം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തി തരാൻ തുടങ്ങി. ഇത് വേറൊരു പാസ്റ്റർ പറഞ്ഞതുകൊണ്ടോ ബാക്കി കാര്യങ്ങളോ ഒന്നുമല്ല, ഇങ്ങനെ ഓരോന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്താൻ തുടങ്ങി. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളോട് ഇത് പറഞ്ഞു തരണ്ടേ, എങ്കിലേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞാനിത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് നമ്മുടെ എല്ലാ ആൻസിസ്ട്രലായിട്ടുള്ള എല്ലാ ശാപങ്ങളും, ആൻസിസ്ട്രലായിട്ടുള്ള എല്ലാ ഡിപ്രഷനും, ആൻസിസ്ട്രലായിട്ടുള്ള എല്ലാ സിക്നസ്സും, ആൻസിസ്ട്രലായിട്ടുള്ള എല്ലാ രോഗങ്ങളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മളെ പ്രാർത്ഥിച്ച് ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയാണ്. നിങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത്, ഞാനല്ല പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിക്കും നിങ്ങളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട്. നിങ്ങൾ ആ ഡിവൈസിലോട്ട് കൈ നീട്ടിക്കൊണ്ട്, ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ 2 മിനിറ്റ് കൊണ്ടോ 3 മിനിറ്റ് കൊണ്ടോ ഈ പ്രാർത്ഥനയിൽ അതെല്ലാം നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഉപവാസത്തിലിരുന്നൊന്ന് പ്രാർത്ഥിക്കൂ. ചില കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ദൈവം തരും. ചെറുപ്പത്തിലെ 8-ാം വയസ്സിലോ 5-ാം വയസ്സിൽ പോലും നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ദൈവം നിങ്ങളെ ഓർപ്പിച്ച് തരും. നിങ്ങളുടെ പ്രായം എത്രയായാലും ആ സമയത്തിനകത്ത് ദൈവത്തിന് വിപരീതമായി ചെയ്തത്, പിശാചിന് ഇടം കൊടുത്തത്, പിശാചിന് നിങ്ങളുടെ ജീവിതത്തിൽ ഗേറ്റ് വേ ആയത്, നിങ്ങളെ തന്നെ ശപിച്ചത്, നിങ്ങൾക്ക് വന്ന സിക്നസ്സിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളഞ്ഞത്, അലർജിക്കായിട്ടുള്ള ഇഷ്യൂസ്, അതുപോലെ ടെൻഷൻസ്, എല്ലാറ്റിലും ദൈവം വിടുതൽ തരും. ദൈവമായ കർത്താവെ, ഇന്നത് കണ്ടുകൊണ്ടിരുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ കർത്താവെ ദൈവസന്നിധിയിലേക്ക് എല്ലാവരെയും ഏൽപ്പിക്കുകയാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ കർത്താവെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടങ്ങുന്നതെല്ലാം പരാജയപ്പെടുന്നവരെ കർത്താവെ, ഒന്നിനും സമൃദ്ധിയില്ലാതെ ഇരിക്കുന്നവരെ, അഭിവൃദ്ധി വെൽത്തും ഇംഗത്തിലും അഭിവൃദ്ധി ഇല്ലാതിരിക്കുന്നവരെ, പ്രൊട്ടക്റ്റീവ് ആകാത്തവരെ, കടം മാറാതെ മുന്നോട്ട് പോകുന്നവരെ, എത്ര തുക കൈ കിട്ടിയിട്ടും കൈ നിൽക്കാതിരിക്കുന്നവരെ, എല്ലാ അനുഗ്രഹങ്ങളും വെട്ടുക്കിളി തിന്നുന്നത് പോലെ തിന്നുകളയുന്നവരെ, എന്തോ സിക്നസ് വിട്ടുമാറാതെ ഇരിക്കുന്നവരെ, അലർജിക്കായിട്ടിരിക്കുന്നവരെ, അതുപോലെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരെ, നിരാശയിൽ ജീവിക്കുന്നവരെ, പല അഡിക്ഷൻസിനും ആയിട്ടുള്ളവരെ, കർത്താവെ പാപങ്ങളും, കർത്താവെ എല്ലാ അതിക്രമങ്ങളും, എല്ലാ ഇനിക്വിറ്റീസും കർത്താവെ ഈ ദിവസങ്ങളിൽ നീ മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായിട്ട് നിങ്ങളെ ദൈവത്തിങ്കിലേക്കൊന്ന് വിട്ടുകൊടുക്കുമോ? സമ്പൂർണ്ണമായി യേശുവിനൊന്ന് സമർപ്പിക്കുമോ? ദൈവം നിങ്ങൾക്ക് വലിയൊരു വിടുതൽ തന്നെ ഈ ദിവസങ്ങളിൽ. കർത്താവെ, ക്ഷമിക്കപ്പെടാത്ത ഏതെങ്കിലും പാപം ഉണ്ടെങ്കിൽ ഈ പ്രിയപ്പെട്ടവരെല്ലാം ക്ഷമിക്കണമേ. എല്ലാ ശാപങ്ങളിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നാവിൽ നിന്ന് വന്നിരിക്കുന്ന, സംസാരത്തിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സോൾ ടൈസും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനസികമായിട്ടുള്ള പീഡനങ്ങളും ഡിപ്രഷനും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, ആന്തരികമായിട്ട് ദൈവസന്നിധിയിലെ നേരത്തെ തെറ്റായിട്ട് ചിന്തിക്കുകയും പ്രതിജ്ഞ എടുക്കുകയും ചെയ്തത് എല്ലാം ഈ സമയത്തെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഐ കമാൻഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഗെറ്റ് അവേ ഫ്രം ഓൾ ജനറേഷൻ സ്പിരിറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പാരമ്പര്യമായിട്ടുള്ള പൈശാചിക പ്രവർത്തനങ്ങളും ഈ ജീവിതങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ, തന്ന വിടുതലിനായിട്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പൊക്കി ശുദ്ധീകരിക്കുന്നതിനാൽ ഞങ്ങൾ നിൻ്റെ രക്തത്തിൽ ആശ്രയം വയ്ക്കുന്നു. ക്ലീൻ ചെയ്ത് കർത്താവെ ശുദ്ധീകരിക്കണമേ, നടത്തണമേ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഈ മെസ്സേജുകൾ നിങ്ങൾക്ക് എത്ര പ്രയോജനം ചെയ്തു എന്ന് നിങ്ങളൊന്ന് അറിയിച്ചാൽ നല്ലതാണ്. ഇങ്ങനെയൊക്കെയുള്ള പുതിയ അറിവുകൾ നിങ്ങളുടെ ജീവിതങ്ങളിൽ ഒരുപാട് രൂപാന്തരം വരുത്തട്ടെ. തുടർമാനമായി ഇത് വാച്ച് ചെയ്യണം. നമുക്ക് വിടുതൽ, ഡെലിവറൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്.
ഒരു ശുശ്രൂഷക ഉപരിയായിട്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ് സംസാരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ അതിനകത്തൊരു വാട്സാപ്പിൽ ആമീന്നോ തമ്പോ തംനെയിലോ എന്തെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ദൈവം നടത്തിയ വിധങ്ങൾ അറിയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാനായിട്ട് അത് കാരണമായി തീരും. പ്രെയർ റിക്വസ്റ്റുകളുണ്ടെങ്കിൽ അയച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. വലിയൊരു ഡെലിവറൻസ് നിങ്ങളുടെ ജീവിതങ്ങളിൽ വരും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.